വിജയരാഘവൻ ആസിഫ് അലി വിജയരാഘവനും മത്സരിച്ച് അഭിനയിച്ചൊക്കെ ആരാരെ കൂടുതൽ നല്ലതെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും വിജയരാഘവൻ്റെ ഇത്രയും അദ്ദേഹം വളരെ നല്ലൊരു ആക്ടറാണ്. ഇപ്പോൾ ഈ റോളിലൊരു വ്യത്യസ്തമായ റോളിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചു. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് കാണാം. നമ്മൾ വിചാരിക്കാത്ത സ്റ്റോറിയുടെ സസ്പെൻസ് അതിഗംഭീരം, ഡയറക്ഷൻ വളരെ നല്ലത്. ഡിജത്തിന് തീർച്ചയായിട്ടും ഇനി ഒരു അവാർഡ് കൂടി പ്രതീക്ഷിക്കാം. വളരെ നല്ലത്. വെരി നൈസ്, വളരെ നന്നായിട്ടുണ്ട്. എമോഷണലായിട്ട് നിറയെ സീൻസുകളും ഉണ്ട്. അതേമാതിരി നല്ല ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ മൂന്നാളാണ് പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത്. മൂന്നാളും മത്സരിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ അതായത് ആ സ്റ്റോറിക്ക് അനുസരിച്ച ഒരു അധികം ഓവറായിട്ടുള്ള ഒരു ആക്ഷനും ഇല്ലാതെ, പിന്നെ അടിയും പിടിയും ഒന്നും ഇല്ലാതെ ഫാമിലിയോടെ ഇരുന്ന് കാണുന്ന മാതിരി. പിന്നെ ആ ലാസ്റ്റ് സീനൊക്കെ ആ ത്രില്ലായിട്ടുണ്ട്, വളരെ ത്രില്ലായിട്ടുണ്ട്. അപ്പോൾ റിയലി സർപ്രൈസ് ആയിരുന്നു. അത് മാത്രമല്ല റീറിക്കാർഡിങ് നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. പാട്ടില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളെ പാട്ട് വേണം എന്നുള്ള ആ ചിന്തയില്ലാതെ ഒരു പടം. ഇല്ലെങ്കിൽ ഈ സീനിലൊരു പാട്ടുണ്ടായാൽ നന്നായിട്ടുണ്ടാവുമായിരുന്നു, ഒരു ഡൂയിറ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട്. അതേമാതിരി അപർണ അസലായിട്ടായിരുന്നു, ബ്യൂട്ടിഫുള്ളായിട്ടായിരുന്നു. ആസിഫ് അലിയും അങ്ങേരും നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളെ വിജയരാഘവൻ അങ്ങേര് ആ ഒരു മിലിറ്ററി എന്നുള്ള അത് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് തന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും. വെരി നൈസ്. താങ്ക് യു സോ മച്ച്. ആ ഡയറക്ടർ നന്ദി പറയുന്നു. നല്ല ഫ്രെയിമാണ്, നല്ല രസമുണ്ട് പടം. ഡിഫറെൻ്റ് ആയിട്ടുള്ള സസ്പെൻസ് ത്രില്ലറാണ്. നല്ല ഡയറക്ഷൻ, നല്ല ആക്ടിങ്, എല്ലാം കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടം. ഇപ്പോൾ വന്നിരിക്കുന്ന പടങ്ങളിലെ ആ പാറ്റേണിൽ വെച്ചിട്ട് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സസ്പെൻസ് ത്രില്ലർ. അങ്ങനെ പറയാം. ഇത് ഹിറ്റാവും തീർച്ചയായിട്ടും. കാരണം ഒരു ആ ട്വിസ്റ്റുകളുണ്ടല്ലോ, നല്ല ട്വിസ്റ്റുകളുണ്ട്. പിന്നെ വിജയരാഘവൻ, ആസിഫ് അലി അവർ രണ്ടാളും മെയിനായിട്ട്, പിന്നെ നായിക എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും. ശരി, രസമായിട്ട് അതിൻ്റെ കഥയും ഇരുന്ന് കാണാൻ പറ്റും. അത് ലാഗടിക്കണ്ട അടുത്ത നിമിഷം എന്തൊക്കെ വരും കാര്യം. കഥകളൊക്കെ അവസാനമാണ് അതിൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നത്. എന്തായാലും ഒരു ബെസ്റ്റ് ഇല്ല, അല്ല നോർമൽ പോലെയല്ല ഇത്. എനിക്ക് യാതൊരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കഥ പോലെ കണ്ടായിരുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കാരണം അവസാനമാകുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇതിൽ ശരിക്കും വന്നിട്ടുണ്ട്. എന്തായാലും കിട്ടലായിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി പടത്തിൽ. ത്രൂ ഔട്ട് നമുക്ക് വീട്ടിൽ കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് പടത്തിൽ നിന്ന് കിട്ടി. എന്തായാലും പോകാം. ആസിഫിയുടെ വെറൈറ്റികൾ കണ്ട് ഭയങ്കര പവർഫുള്ളാണ്. ആസിഫിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ക്ലൈമാക്സ് പോസ്റ്റ് അടിപൊളിയായിട്ട് പെർഫോമൻസ് ആയിരുന്നു. നൈസ് പെർഫോമൻസ്. വിജയരാഘവൻ